വീട്ടിലെ പണി മുഴുവനെടുത്ത് മയ്യത്താവുന്ന തോന്നേ. ഇനി മുതല് നീ എന്റെ കൊച്ചുമ്മാന്ന് പിടിക്കണ്ട. ഇനി മുതല് പിന്നെ വേലക്കാരനെന്താ ഇവിടെ കാര്യം? അതിന്റെ ഞാൻ കോടാലി. നീ വന്നവർ ഞമ്മക്കൊരു കോടാലിയാവില്ല. പക്ഷെ അനക്കെന്താ ഇപ്പൊ ഇവിടെ കാര്യം? അല്ല അത് പിന്നെ ഏറെ ചെക്ക അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നൊരു ചൊല്ലുണ്ട്. ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കണമെന്ന് വേറൊരു ചൊല്ലുണ്ട്. ഇവൻ എന്റെ നിന്നും മേടിക്കും. വേറെ ചെക്ക നീ ഞമ്മടെ ബീവിയായിട്ട് നിന്നപ്പോ ഞമ്മക്ക് ഏതാണ്ടൊക്കെ തോന്നി. ഞാനും ഇക്കയുടെ ബീവിയായിട്ട് നിന്നപ്പോ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നി. ഇറങ്ങി പോടാക്കുമാരെ പാത്തു എത്ര നേരം നമ്മൾ പറയാൻ പറ്റി എടുത്തു നോക്കാൻ. പൊന്നു മനുഷ്യനെ കഴിഞ്ഞ 4 മണിക്കൂർ കൊണ്ട് നമ്മള് പറയണല്ലേ 10 മിനിറ്റ് കൊണ്ടാവും 10 മിനിറ്റ് കൊണ്ടാവൂന്ന്. ഇതിപ്പോ മാറി നിന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോണത്? അപ്പൊ എന്റെ കടയിൽ ഈ കൂടി ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയിൽ ഇപ്പൊ എന്തിരുന്നിട്ടാന്ന് അറിയില്ല. വല്ലപ്പോഴുണ്ട് നാരങ്ങ. എന്നാ വേണമെങ്കിൽ ഇങ്ങോട്ട് നാരങ്ങ ഞാൻ പിടിഞ്ഞാ. ഇനിയിപ്പോ എന്റെ നാരങ്ങ കൂടെ പിടിയാണല്ലോ. പിടിവെച്ച് കോലത്തിലാക്കിയല്ലോ. ഇനി ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. പെണ്ണെന്നും പെണ്ണ. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു കുറവ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെക്കാളും 2 കാറ്റിന്റെ കുറവുണ്ടല്ലോ. ഒന്ന് താടിയുടെ മറ്റൊന്ന് വീടിന്റെ. എനിക്കൊരു സത്യം അറിയണം. എന്ത് സത്യം? പറഞ്ഞ പോലെ ഞമ്മടെ നിൽക്കാനല്ല. ഇത് അനക്കമ്മനെ കിട്ടിയത്. ഇതപ്പുറത്തെ വീട്ടിൽ ആരോട് പറഞ്ഞില്ല. ഇതാണ് കുഴപ്പം. ഞങ്ങൾക്ക് 10-40 ട്രൗസറുണ്ട്. പക്ഷെ ഒറ്റെണ്ണം സമയത്ത് നോക്കി കാണൂല. എങ്ങനെ കാണാനാണ്? എല്ലാം ഓരോരോ പെണ്ണുങ്ങളുടെ വീട്ടിൽ കിടപ്പല്ലേ. ഇതെല്ലാം ചെയ്താലേ പാത്തു കെട്ടിക്കഴിഞ്ഞ് ഉള്ള ട്രൗസറും കൂടി കത്തിക്കണേ. അല്ല അന്റെ നിക്കാഹിന്റെ കാര്യം എന്തായി? നിക്കാഹ് വരുന്ന മാസം 15-ാം എന്റെ നിക്കാഹ്. എന്റെ പെണ്ണെങ്ങനെയുണ്ട്? നിക്കാഹ് നല്ല അടിപൊളി കുണ്ടലിക്കുള്ളല്ലേ. അപ്പൊ ഈ നിക്കാഹിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. പോയി പണിയിൽ പഠിക്കാം. അല്ല പിന്നെ പാത്തു പോട്ടെ. കണ്ട കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കെട്ടി. എന്റെ ഭക്ഷണത്തിന്റെ കാര്യം എന്തായി? പാത്തു ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. നീ എന്നിൽ ഉറങ്ങിക്കിടക്കണം. മൃഗത്തെ പുറത്ത് ചാടിക്കരുത്. ഒരു പൂച്ചക്കുഞ്ഞ് കുറച്ചപ്പോ എനിക്കെന്താ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നിന്നെ കൃത്യമാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട. അതുകൊണ്ട് നമ്മൾ നിന്നെ മൊഴിച്ചിട്ട് വേറെ നിൽക്കാൻ കഴിച്ചാൽ പോണേ. കുഴികണക്കിന് ആ പറഞ്ഞതും ശരിയാലും ഇവിടുന്ന് ചെറിയ പറയുന്ന വലിയ വർത്താനം പറയണം. എന്നാണ് എന്റെ വിശ്വാസം. അന്ധവിശ്വാസം ആവാം. ആണുങ്ങളുടെ മേലെ മെക്കിട്ടുകയറുന്ന ഇന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാക്കി പിന്നൊക്കെ ഹലാക്ക് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് പുണ്യിക്കാതെന്നല്ല. കാണാനി അങ്ങനെ 37 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചന
മനസ്സിലേക്ക് മക്കളെ കുട്ടികളെ തവളാക്കി ചിപ്പ് മരിക്കുന്ന സമയത്ത് ഈ മഴയും വന്നുകളെ കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു ഖാദർ ഫാത്തുമ ദമ്പതികളൊപ്പം മകൻ സമാജ് പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്കണം. ഖാദർക്കിൽ നിന്നും തുടങ്ങാൻ പറയും ഖാദർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാൻ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസളകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് സ്ത്രീകളുടെ മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാൻ പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസ്ഥാനത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. അതിപ്പോ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, അതെ ഈ മറുപടി പറയിപ്പിക്കുക മാത്രം ചോദിച്ചാൽ മതി. വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മെക്കത്ത് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ കാര്യം? എന്താന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണീച്ചോരം രണ്ടു പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പാഹിത്യനെ സ്നേഹിച്ചത്, അറിയോ? ഇത്രയും കടുത്ത ഭ്രമമാണെങ്കിൽ ഇക്കായ്ക്ക് വേണ്ടി താജ്മഹൽ പണിയോള അതിനു വേണ്ടി സ്ഥലം അറിയാൻ വെച്ചിട്ടുണ്ട്. അതിന് ഈ പണിക്കൊന്നും മയ്യത്തായിട്ടെ. വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓരോ കുതിര എന്തു പറയുന്നു? കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രവയ്ക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രവയ്ക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും? എന്ത് പറയുന്നു മാംസള? എന്തായാലും ഇത്രയും കഴിച്ചിട്ടില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവെ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായക നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിക്കില്ലേ? എന്താ ഈ ഹംസ് പറയുന്നു? ചേട്ടാ മാംസളെ, സിനിമയില് നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഷൂട്ടിങ് കഴിയുമ്പോ കൈ നടത്തി കാശ് വെച്ചു. ഈ വക ബേസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്നാൽ 10ന്റെ പൈസ വെച്ചു. അത് മനസ്സിലാക്കണമെങ്കിൽ സെൽഫ് ഉണ്ടാവണം, സെൽഫിനെറ്റ് ഉണ്ടാവണം, സ്റ്റെപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോം ഓടെ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. അതുപോലെ തനിക്ക് പ്രാക്ടീസ് ഉണ്ടാവണം. നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് പിന്നാലെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരപ്പെട്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്താണ് പരാജയം? മൂക്കറ്റം വെള്ളടിച്ച് വഴി കണ്ട് പ്രശ്നമാക്കി ഭാരത മക്കൾക്ക് മാറിക്കേണ്ടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾക്ക് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്? സ്ത്രീകളെ അടക്കി വരുത്താൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പുരുഷന്മാരെങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനെങ്കിലും പറയുന്നു. നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ ശവം പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ ശവം പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ ശവം പൊട്ടി മരിച്ചതെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവനൊരു ചാവ് പെണ്ണിന്റെ മേളിൽ നിന്ന് വീട് പുരുഷൻ മരിക്കുന്നു, ഇതൊക്കെ കോട്ടിന്റെ മുകളിൽ നിന്ന് വീട് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ മേലിൽ നിന്ന് വീണ് ഏതെങ്കിലും സ്ത്രീ മരിച്ചിട്ടുണ്ടോ? എത്രയെത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആനപ്പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവന് തിരുമ്പ് പിടിച്ച ശവവുമായി വന്നിട്ടുണ്ട്. ഇവരുടെ പാഞ്ഞടിച്ചു കൊടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് ആനടിച്ചു കൊടുക്കാൻ എന്റെ കൈ കണ്ടും ചണ്ടയ്ക്ക് പോകുന്നു. ചർച്ച വഴിതെറ്റുന്നു, വാക്കുകൾ അതിന് കിടക്കുന്നു, കാക്കയും താത്തയും കണ്ണു വെള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു.
വെച്ച് നോക്കുമ്പോ പാത്തുമ്മ നമുക്ക് സ്വർഗല്ലേ സ്വർഗം. അങ്ങനെ പറയും. ഇതിന് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹാസമരത്തിനും പറ്റില്ല, ഒരു സാഹചര്യത്തിനും പറ്റില്ല, ഒരു രാജകാരനും പറ്റില്ല. നമ്മളെന്നെ വിചാരിക്കണം. മനസ്സിലായ ഞങ്ങളൊന്നായി നിങ്ങളുടെ ഒന്നിന് എന്നെ അറിയായിക്കോ ചർച്ച മതിയാക്കിയത് പാത്രങ്ങളുണ്ടോ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ ഇതിന്റെ പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെയാകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ